പല കാര്യത്തിലും മോഹൻ ബഗാന്റെ മാനേജ്മെന്റിനോട് വെറുപ്പും വിദ്വേഷവും ചിലപ്പോഴൊക്കെ അസൂയയുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ മാനേജ്മെന്റിന്റെ വിജയതൃഷ്ണ എന്തൊക്കെ വന്നാലും ആരെ കൊന്നിട്ടായാലും ഞങ്ങൾക്ക് വേണം. അത് നാഷണൽ ടീമിന്റെ ഗതി എന്തായാലും കാര്യമില്ല. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ജയിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അത് പ്രത്യേക പ്രശംസയും കൂടി അർഹിക്കുന്ന ഒന്നാണ്. അവർ പല താരങ്ങളുടെയും ഭാവി തുലച്ചിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. ഭാവി തുലച്ചാലും അവർക്ക് വേണ്ടത് അവർക്ക് വേണം. പക്ഷെ ഇത്തവണ പണി നന്നായിട്ട് അങ്ങ് പാളി. ബദ്ധവൈരികളായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ മലത്തിയടിച്ച് കിരീടം ചൂടുമെന്ന് അവർ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. അതവരെ വല്ലാതെ അങ്ങോട്ട് പിടിച്ചൊലച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈസ്റ്റ് ബംഗാളിന്റെ തട്ടകത്തിൽ നിന്നും ഒരു മലയാളി താരത്തിനെ അവർ കൊണ്ടുവന്ന വാർത്തയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൂടാതെ അവർ പരിശീലക സ്ഥാനത്തേക്ക് ഒരു വമ്പനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 താരങ്ങളാണ് അവരുടെ ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിലുള്ളത്. വലിയ ലീഗുകളിൽ കളി പഠിപ്പിച്ച് പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ലെജൻഡറി പരിശീലകൻ അവരുടെ റഡാറിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആൾ ഇതുവരെ ഇന്ത്യൻ മണ്ണിൽ കാല് കുത്തിയിട്ടില്ല. ഇന്ത്യൻ ഫുട്ബോളിന് തികച്ചും അപരിചിതനായിട്ടുള്ള ഒരു ന്യൂ ഫേസ് ഫോറിൻ ഗഫറിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വരാൻ പോകുന്ന സീസണിൽ ഇന്ത്യൻ മണ്ണിലേക്ക് അവതരിപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വളരെ ശക്തമാണ്. അതുകൂടാതെ യുവാൻ പെഡ്രോ ബെർലി എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ തലവര തിരുത്തി എഴുതിയ പരിശീലകനും അവരുടെ റഡാറിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെയും വേറെ ആരൊക്കെയോ അവരുടെ ലിസ്റ്റിലുണ്ട്. ഏതായാലും യുവാൻ പെഡ്രോ ബെർലി എന്ന നോർത്ത് ഈസ്റ്റിന്റെ രക്ഷകനായിട്ടുള്ള കോച്ചിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തങ്ങളുടെ കഴുകൻ കണ്ണുവെച്ച് ടാർഗറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ മണ്ണിന് അപരിചിതനായിട്ടുള്ള ഒരു ഫോറിൻ ഗഫറിനെ കൂടി അവർ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന സീസണിൽ ബദ്ധവൈരികൾ കിരീടമടിച്ചതിന്റെ കലിപ്പ് തീർക്കാൻ ഒരു വമ്പൻ പരിശീലകനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്ത്യൻ മണ്ണിൽ അവതരിപ്പിക്കാൻ പോവുകയാണെന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ.